നമസ്കാരം. പുതിയ തലമുറയ്ക്ക് കൊല്ലുന്നതും ആക്രമിക്കുന്നതും ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു 19-കാരിയെ അവരുടെ കാമുകൻ തലക്കടിച്ച് കൊന്ന് ആളൊഴിഞ്ഞൊരു പറമ്പിൽ ഉപേക്ഷിച്ചു. ഇതുപോലെ നിരവധി വാർത്തകളാണ് നമ്മൾക്കിന്ന് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. ഇന്ന് ക്രൈം ഫയൽസിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ്. ചിത്രപ്രിയയുടെ കൊലപാതകത്തിന്റെ പിന്നിലെ രഹസ്യത്തെ തേടി മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം, അവിടെ മണപ്പാട് ചിറ, ചിറക്കരികിൽ സെബ്യൂർ റോഡ്, അത് കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ ഒരു റബ്ബർ തോട്ടം. അവിടെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പേര് ചിത്രപ്രിയ. ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കുന്ന ഈ 19-കാരിക്ക് എന്ത് സംഭവിച്ചു? ക്രൈം ഫയൽസിൽ നമുക്ക് അതൊന്നു പരിശോധിക്കാം. മുണ്ടങ്ങാമുറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും മിനിയുടെയും ഏക മകളാണ് ചിത്രപ്രിയ. കഴിഞ്ഞ വർഷമാണ് പെൺകുട്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. പോകുന്നതിനു മുൻപ് ഈ കുട്ടിക്ക് നാട്ടിൽ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായ അലൻ. ബാംഗ്ലൂരിൽ പഠനത്തിന് പോകാൻ ഒരുങ്ങിയ ചിത്രപ്രിയയോട് അലൻ കൊച്ചിയിൽ പഠിച്ചാൽ മതിയെന്ന് പറയുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ പഠിച്ചാലേ ജോലി സാധ്യതയുള്ളൂ എന്ന് ചിത്രപ്രിയ വാശി പിടിക്കുന്നു. പിന്നീട് അലനും ചിത്രപ്രിയയും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. എന്നാൽ ഒടുവിൽ ചിത്രപ്രിയയുടെ ആഗ്രഹത്തിന് അലൻ കൂട്ടുനിൽക്കുന്നു. എന്നാൽ ബാംഗ്ലൂരിലെത്തിയ ചിത്രപ്രിയ തന്നോട് അകലം കാണിക്കുന്നു എന്നൊരു തോന്നൽ അലന് പതിയെ പതിയെ ഉടലെടുത്തു. അങ്ങനെ അലൻ ചെറിയ രീതിയിൽ ചിത്രപ്രിയയെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. 2-3 തവണ അവൾ അറിയാതെ അയാൾ ബാംഗ്ലൂരിലെത്തുന്നു. പിന്നീട് രാത്രികാലങ്ങളിൽ ചിത്രപ്രിയയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചു നോക്കുന്നു. കാരണം ചിത്രപ്രിയയുടെ ഫോണ് എൻഗേജ്ഡ് ആണോ എന്ന് അലന് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബാംഗ്ലൂരിലെത്തി പഠനമൊക്കെ തുടർന്നുകൊണ്ടിരുന്ന ചിത്രപ്രിയ നാട്ടിലെ ദേശവിളക്കിന് നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുന്നു. അലനെ വിളിച്ച് നാട്ടിൽ വരുന്നുണ്ടെന്ന് ചിത്രപ്രിയ പറയുകയും ചെയ്തു. അങ്ങനെ നാട്ടിലെ ദേശവിളക്കിന്റെ അന്ന് അവർ പരസ്പരം കണ്ടുമുട്ടി. അങ്ങനെ അലനും അലന്റെ സുഹൃത്തുക്കളുടെയും കൂടെ ചിത്രപ്രിയ കുറെ സമയം അവിടെ ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. വൈകിട്ട് തിരിച്ചു പോകുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയ ചിത്രപ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ശേഷം കടയിൽ പോയി വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞ ശേഷം പെൺകുട്ടി വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ ആരും കണ്ടില്ല. പിറ്റേന്ന് രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അങ്ങനെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഫോൺ കോൾ പരിശോധിച്ചപ്പോൾ അലന്റെ നമ്പറാണ് അവസാനമായി ചിത്രപ്രിയയുടെ ഫോണിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അലനെ ചോദ്യം ചെയ്യുന്നു. രാത്രി ചിത്രപ്രിയ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും ഒരു 2 മണിയായ സമയം തിരിച്ച് വീട്ടിൽ ഇറക്കിയെന്നും അലൻ പറഞ്ഞു. പോലീസ് മൊഴി രേഖപ്പെടുത്തി അലനെ വിട്ടയക്കുന്നു. അങ്ങനെ വീണ്ടും നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തുന്നു. പക്ഷേ എവിടെയും ചിത്രപ്രിയയെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ 9-ാം തീയതി ഉച്ചയ്ക്ക് റബ്ബർ തോട്ടത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് കണ്ട് ചില തൊഴിലാളികൾ പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് വന്ന് പരിശോധിച്ചു. പരിശോധനയിൽ ചീഞ്ഞളിഞ്ഞ ഒരു മൃതദേഹം കിട്ടി. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ നോക്കുന്ന സമയത്ത് തലയിൽ ഒരു മുറിവ് കണ്ടു. ആ മുറിവാണ് മരണകാരണമെന്ന് പോലീസിന് മനസ്സിലായി. അടുത്തു തന്നെ ചോരയിൽ വാർന്ന ഒരു കല്ലും കണ്ടെത്തി. തുടർന്ന് ചിത്രപ്രിയയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു. അവർ വന്ന് മൃതദേഹം ചിത്രപ്രിയയുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ ചിത്രപ്രിയയുടേത് ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വീണ്ടും അലനെ ചോദ്യം ചെയ്തു. അലൻ ആദ്യത്തെ അതേ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ വീണ്ടും പോലീസ് CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഇതിൽ ഒരു CCTVയിൽ അലനും ചിത്രപ്രിയയും തമ്മിൽ ബൈക്കിൽ പോകുന്ന വിഷ്വൽസ് കിട്ടി. പോലീസ് വീണ്ടും അലനെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഇത്തവണ അലൻ കുടുങ്ങി. അലന് സത്യം തുറന്ന് പറയേണ്ടി വന്നു. ചിത്രപ്രിയയുടെ ഫോണിൽ മറ്റൊരു യുവാവിന്റെ കൂടെയുള്ള മോശമായ ചില ചിത്രങ്ങൾ കണ്ടു എന്നും അങ്ങനെ പരസ്പരം വഴക്കായി എന്നും ആ വഴക്കിനിടെ കല്ലുകൊണ്ട് ചിത്രപ്രിയയുടെ തലയ്ക്ക് അടിച്ചു കൊല്ലുകയായിരുന്നു എന്നും അലൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രണയബന്ധത്തിൽ തുടങ്ങി പ്രണയത്തിൽ തന്നെ അവസാനിക്കേണ്ടി വന്ന ഒരു കൊലപാതകത്തിന്റെ കഥയായിരുന്നു ചിത്രപ്രിയയുടേത്.
അടുത്ത ആഴ്ച മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.